2026 ഓസ്കാർ അവാർഡ്സ് ഇതിൽ പ്രഖ്യാപിച്ചിരുന്നു. ആൻഡ് അതിൽ ബെസ്റ്റ് ആക്ടർ എന്നൊരു കാറ്റഗറിയിൽ മാത്രമാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം അതിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കുറേ സാധനങ്ങൾ അതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കുറേ കാരണങ്ങളുണ്ടാവും. ഒരു പക്ഷേ നമുക്ക് നോക്കാം. സോ ഈ കൊല്ലത്തെ ബെസ്റ്റ് പിക്ചർ മുതലുള്ള ബാക്കിയുള്ള ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ബെസ്റ്റ് പിക്ചർ കിട്ടിയിട്ടുള്ളത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറാണ്. നമ്മുടെ പോൾ തോമസ് ആൻഡേഴ്സൻ്റെ ഒരു കിടിലം പടമായിരുന്നു. ഞാനൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആരും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ആ സിനിമയ്ക്ക് കിട്ടേണ്ട റിസപ്ഷൻ പുറത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ഇപ്പോഴും കുറേ പേര് ഇത് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും കണ്ടുപോക്കുക. അത് തിയേറ്റർ സ്റ്റഫ് തന്നെയായിരുന്നു. തിയേറ്ററിലൊരു കിടിലൻ ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അവസാനത്തെ ഒരു ക്ലൈമാക്സ് സീനിലെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു 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 കാറിങ്ങനെ പോകുന്ന ആ ഒരു ഹൈവേ കൂടെയുള്ള സാധനം, അത് പൊളിയായിരുന്നു. അമ്മയുടെ ഒരു സാധനം വേറൊരു സിനിമയിലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഒരു മൊത്തത്തിൽ ഫുൾ വൈബായിരുന്നു ആ പടം. ഭയങ്കര രസമായിരുന്നു കാണാൻ. ആൻഡ് നമ്മൾ കുറേ ക്ലീഷേഴ്സിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ട്രൂലി ഡിസർവിങ് എന്ന് പറയാം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. പക്ഷേ ആ ഒരു കാറ്റഗറിയിലും വേറെ കുറേ സിനിമകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ എന്താ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ഒരു മകള് തട്ടിക്കൊണ്ട് പോയപ്പെട്ട ഒരു അച്ഛൻ ആ കുട്ടീനെ അന്വേഷിച്ച് നടക്കുന്നതാണ്. പക്ഷേ ഇതിൽ വിറ്റെന്താണെന്ന് വെച്ചാൽ ഈ അത് സ്പോയിലർ ആവുമെന്ന് എനിക്കറിയില്ല. ഈ തട്ടിക്കൊണ്ട് പോകുന്നതാണ് ഈ കുട്ടിയുടെ ശരിക്കത്തെ അച്ഛൻ, മറ്റേത് വളർത്തച്ഛനാണ്. സോ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റാണ് സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വൈറ്റ് സുപ്രീമസിയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സിനിമയിൽ പോകുന്നുണ്ട്. സോ മൊത്തത്തിൽ പടം ഫുൾ എൻഗേജ്ഡ് ആണ്. ത്രൂ ഔട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു ത്രില്ലർ സാധനമാണ്. അതിനോടൊപ്പം തന്നെ ഒരുമാതിരി ഒരു ബ്ലാക്ക് കോമഡി ടൈപ്പിലാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കിടിലൻ പെർഫോമൻസ് ആണ് ഡിക്കാപ്രിയോയുടെ. ദെൻ ഇതിൽ തന്നെയാണ് സീൻ പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കൊക്കെയുള്ള അവാർഡ് കിട്ടിയത്. കിടിലൻ വില്ലനുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ പ്രോപ്പറായിട്ട് വർക്കായിട്ടുള്ള ഒരു പ്രോപ്പർ പാക്കേജ് ഓഫ് ഫിലിമാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. തീർച്ചയായിട്ടും കണ്ടുനോക്കാം. വേറെ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കണ്ടൻറ്റേഴ്സ് ആണ് ബുഗോണിയ. ഈ പറഞ്ഞ പോലെ ഒരു 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 വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ CEO. ആ CEOനെ ഒരു 2 പേര് തട്ടിക്കൊണ്ട് പോകുന്നു. ഏലിയനാണെന്ന് വിചാരിച്ചിട്ട് 2 പേര് തട്ടിക്കൊണ്ട് പോകുന്നു. ഈ കോൺസ്പിറസി തിയറീസൊക്കെ എപ്പോഴും വായിക്കാറുള്ള 2 പിള്ളേർ അവർ തട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ എന്ത് നടക്കും എന്നുള്ളതാണ് ഈ ബുഗോണി എന്നൊരു പടത്തിന് മെയിൻ. അത് ഒരു ബെസ്റ്റ് പിക്ചറിലുള്ള കാറ്റഗറിയിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പടം നല്ല രസമുള്ളൊരു പടം അത്ര തന്നെയാണ്. പക്ഷേ ബെസ്റ്റ് പിക്ചറൊന്നും ഒരു ട്രൂലി ഡിസർവിങ് ആയിരുന്നു തോന്നിയിട്ടില്ല. ദെൻ ഫ്രാങ്കൻസ്റ്റൈൻ ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിൻ്റെ ഫ്രാങ്കൻസ്റ്റൈൻ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫിലിം. ഇത് തിയേറ്ററിക്കലി ഇറക്കേണ്ട ഒരു പടമായിരുന്നു. അത് വിഷ്വലിയും ദെൻ കാണാനും മൊത്തം പടം ഭയങ്കര രസമാണ്. അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, മേക്കപ്പും ആർട്ട് ഡിസൈനും എല്ലാം. ഇതിൽ തന്നെയാണ് മേക്കപ്പിനുള്ള ബെസ്റ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ പടത്തിന്. പോരാതെ തന്നെ നമ്മുടെ ഡെൽറ്റോറോയുടെ പടമാണ്. ദെൻ F1 ഉണ്ടായിരുന്നു. F1 ഒരു നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് പിക്ചർ എന്നുള്ള ഒരു നോമിനേഷനിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു തോന്നി. ഒരു കൊമേഴ്ഷ്യൽ സ്റ്റഫാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ടോപ്പ് ഗൺ മാവറിക്ക് കണ്ടില്ല, അതേപോലെ തന്നെ തിയേറ്ററിൽ കൊമേഴ്ഷ്യലി നല്ല സക്സസ് ആയ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടിരിക്കാൻ. ഐമാക്സിൽ പ്രത്യേകിച്ച് നല്ല ഇമ്മേഴ്സീവ് ആയിട്ടുള്ളൊരു F1 എക്സ്പീരിയൻസ് തന്നൊരു പടം. പിന്നെ ഹാംനെറ്റ് മിക്കവരും പ്രതീക്ഷിച്ചത് ഈ പടത്തിലാണ് ഓസ്കാർ കിട്ടുന്നതാണ് ബെസ്റ്റ് പിക്ചർ. എനിക്ക് തോന്നി ഇവർ ഓസ്കാർ ജൂറിയാണല്ലോ, ഇവർക്ക് ഇങ്ങനത്തെ പടങ്ങളാണ് ഇഷ്ടപ്പെടുക. ഞാൻ ഈ പടം കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടില്ല. ഞാനതാണ് റെക്കമെൻഡ് ചെയ്യാൻ പോലും ചെയ്യാണ്ടിരുന്നത്. ഞാനിത് റിവ്യൂ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട്. കാരണം എനിക്കിതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര അൾട്രാ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാജഡി പടം. ട്രാജഡി എന്ന് പറഞ്ഞാൽ അട്ടർ ട്രാജഡിയാണ് ഇത്. ഈ സംഭവം ഈ ഷേക്സ്പിയറിൻ്റെ കഥയില്ലേ, കഥയല്ല ആക്ച്വലി നമ്മൾ മറ്റ് സിനിമകളിലൊക്കെ കാണാൻ ഈ ഷേക്സ്പിയറിൻ്റെ കഥകളാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഷേക്സ്പിയറിൻ്റെ കഥ. മൂപ്പറുടെ ലൈഫിൽ നടന്നൊരു സംഭവമാണ് സിനിമയായിട്ട് കാണിച്ചു തരുന്നത്. അതിൽ മൂപ്പർക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് ഹാംനെറ്റും വേറൊന്ന് ഹാംലെറ്റും തന്നെയാണ്. മറ്റേത് വേറൊന്നൊരു പേരാണ്. ഇതിൽ ഈ കുട്ടി സ്പോയിലറൊന്നല്ല, ഈ ഹാംലെറ്റ് എന്ന് പറഞ്ഞ മകൻ മൂപ്പർക്ക് മരിക്കും. സോ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഗ്രീഫാണ്, ഈ പാരൻസിൻ്റെ ഗ്രീഫാണ് നമുക്ക് കാണിച്ചു തരുക. പ്രത്യേകിച്ച് അമ്മയുടെ ഗ്രീഫാണ്. അപ്പോൾ എത്രത്തോളം ആളുടെ സാഡ്നെസ്സും അതൊക്കെ ആണ് സിനിമയിൽ കൂടുതലായിട്ടും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അതിലെ പെർഫോമൻസിന് തന്നെയാണ് നമ്മുടെ ജെസി ബക്ലിക്ക്, ഇതിലെ ഈ ഹാംലെറ്റിലെ പെർഫോമൻസിനാണ് ജെസി ബക്ലിക്ക് ബെസ്റ്റ് ആക്ട്രസിലുള്ള അവാർഡ് കിട്ടിയത്. അത് ട്രൂലി ഡിസർവിങ് ആണ്. നല്ല കുറേ പെർഫോമൻസുകളൊക്കെ ഉണ്ട്. പക്ഷേ ആസ് എ ഹോൾ ഒരു സിനിമയായിട്ട് ഒരു എൻ്റർടൈനറായിട്ട് എനിക്ക് അത്ര വലിയ ഫീൽ ചെയ്തില്ല. അതാണ് എനിക്ക് തോന്നിയത്. ദെൻ മാർട്ടി സുപ്രീം ഉണ്ടായിരുന്നു. ഒരു കിടിലൻ പടമായിരുന്നു. ഈ പടത്തിനായിരുന്നു ബെസ്റ്റ് പിക്ചറല്ല ബെസ്റ്റ് ആക്ടർ മൂപ്പർക്ക് കിട്ടേണ്ടത്. ടിമോത്തി ഷാലമെ കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പടം. ഞാനീ പറഞ്ഞ പോലെ ഈ ഒരു ലിസ്റ്റ് തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. ഇതിൽ ഏത് കിട്ടും എന്നറിയില്ല. സോ മാർട്ടി സുപ്രീം ഒരു ബെസ്റ്റ് പിക്ചർ എന്നുള്ളൊരു കാറ്റഗറിയിലും ഒരു പ്രോപ്പർ കോമ്പറ്റീറ്റർ ആയിരുന്നു എന്ന് പറയാം. ദെൻ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഒരു ബ്രസീലിയൻ പടം എന്താണ്. ഈ പടം ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഇതും എനിക്ക് പറഞ്ഞ പോലെ ഈ ഹാംലെറ്റ് പോലെ തന്നെ എനിക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയില്ല. അതാണ് ഞാൻ റിവ്യൂ ഇടാനായിട്ടിരുന്നത്. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു പഴയ സീക്രട്ട് ഏജൻറ്റ് ആൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ആളുടെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ മൂപ്പരെ ഹണ്ട് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ദുരന്തർ കണ്ടിട്ടില്ലേ? അപ്പോൾ മൂപ്പര് അവിടെ പോയി തിരിച്ച് ഇവിടെ പാകിസ്ഥാൻകാർ മൂപ്പരെ ഹണ്ട് ചെയ്യാൻ വന്നിട്ട് അവർ വേറെ കുറേ ആൾക്കാർ ഇവരെ കൊല്ലാൻ വിടുന്നതും ഇവിടെ ആളങ്ങനെ സർവൈവ് ചെയ്യും, അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ മോഡിലുള്ളൊരു പടമാണ്. പക്ഷേ ഇത് ഭയങ്കര ലെങ്ത് എടുത്ത് വലിപ്പിച്ച് ഇത് എങ്ങോട്ട് പോകുന്നില്ല. മൂപ്പരുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലെ ഇങ്ങനെ പോകുന്നൊരു പടം. എനിക്കത് പേഴ്സണലി അത്ര അങ്ങോട്ട് വർക്കായില്ല. ദെൻ സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞ പടമുണ്ട്. ഇതിലാണ് ഈ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയത്. പക്ഷേ ഈ പടം ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. ദെൻ സിന്നേഴ്സ് ഒരു കിഡിലൻ കണ്ടൻറ്ററായിരുന്നു, നല്ല കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലാണ് നമ്മൾ മൈക്കിൾ ബി ജോർഡന് നമുക്ക് പറയാം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. സോ സിന്നേഴ്സും നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു ബെസ്റ്റ് പിക്ചറിനുള്ളത്, നല്ലൊരു കിഡിലൻ പടം. ദെൻ ട്രെയിൻ ഡ്രീംസ്, ഇത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്ത പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നെറ്റ്ഫ്ലിക്സിലുണ്ട് ഈ ഒരു പടം. ഇത് കാണാൻ നല്ല രസമാണ്, വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള. പക്ഷേ ഈ ഹാംലെറ്റ് പറഞ്ഞ പോലെ തന്നെ നല്ല ഭയങ്കര മെല്ലെ പോകുന്ന അൾട്രാ ഒച്ച എഴണ പോലെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന പടമാണ്. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമുള്ള, അല്ല നമ്മളിങ്ങനെ വേറെ ഒന്നുമില്ല, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണേണ്ട പടം, നമ്മൾ റഷ് ആയിട്ട് കാണേണ്ട പടം, നല്ലൊരു ഇങ്ങനെ അബ്സോർബ് ചെയ്ത് കാണേണ്ട പടമാണ് ട്രെയിൻ ഡ്രീംസ്. സോ ഇത്രയും പടങ്ങളായിരുന്നു ബെസ്റ്റ് പിക്ചർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെ വിന്നർ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആൻഡ് ഇറ്റ്സ് ട്രൂലി ഡിസർവിംഗ് എന്ന് പറയാം. ദെൻ ബെസ്റ്റ് ആക്ട്രസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ജെസ്സി ബക്ലി, ഹാംലെറ്റ് എന്ന പടത്തിന് പെർഫോമൻസ്. ഞാൻ പറഞ്ഞില്ല, അത് കിഡിലും പെർഫോമൻസ് ആണ് പടത്തിന്, പക്ഷേ ആസ് എ ഹോൾ ആ ഒരു പടം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. ദെൻ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയത് മൈക്കിൾ ബി ജോർഡൻ ഫോർ ദി മൂവി സിന്നേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ അതിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി ക്യാരക്ടേഴ്സിനൊക്കെ ചെയ്തിട്ട് ഒരു ട്വിൻസ് ക്യാരക്ടർ അവർ വെച്ച് സാൾട്ടും സ്നേക്കോ അങ്ങനെ എന്തോ ആണ് ഇവർ വെച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കിട്ടിയെന്ന് ഞാൻ മുമ്പർക്ക് ആദ്യത്തെ അവാർഡാണ്. അത്രയ്ക്ക് അങ്ങോട്ട്. പക്ഷേ ഈ കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ടിമോത്തി ഷാലമയുണ്ട്, മാർട്ടി സുപ്രീം എന്ന് പറഞ്ഞ പടം. then ഈ പറഞ്ഞ പോലെ ഡിക്കാപ്രിയോ ഉണ്ട്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മൂപ്പര് എത്ര കൊല്ലം കിട്ടിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. ബെസ്റ്റ് ആക്ടർ റവനിലായിരുന്നു എൻ്റെ ഓർമ്മ, ശരിയാണ്. പക്ഷേ എത്ര പ്രാവശ്യം ഈ ചങ്ങായി നോമിനേഷനിൽ വന്നിട്ട് കിട്ടാണ്ട് പോയിട്ടുണ്ടെന്ന് അറിയോ. ഇതിലും മൂപ്പര് നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു. പക്ഷേ കമ്പയർഡ് ടു മൈക്കിൾ ബി ജോർഡൻ ഒന്നില്ലെങ്കിൽ ടിമോത്തി ഷാലമയ്ക്കോ അല്ലെങ്കിൽ ഡിക്കാപ്രിയോയ്ക്കോ കിട്ടേണ്ട അവാർഡായിരുന്നു തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിലും കമ്പാരിറ്റീവ്ലി ടിമോത്തി ഷാലമെ കിട്ടിയ പെർഫോമൻസ് ആണ്. മാർട്ടി സുപ്രീം കണ്ടു നോക്കുക. ആ പടത്തിന് ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് പിക്ചറൊന്നും കിട്ടിയില്ലെങ്കിലും മൂപ്പറുടെ പെർഫോമൻസ് ഈസ് സോ ഗുഡ്. എത്ര വേരിയേഷൻ ഉണ്ടെന്നറിയോ ആ ഒരു പടത്തിൽ. ഒരു ക്യാരക്ടറിൻ്റെ ട്രൂ നേച്ചർ നമുക്ക് നമുക്ക് ഓൺ ദ ഷോൾഡർ കൊണ്ടുപോയിട്ടുള്ള പടമാണ്. മാർട്ടി എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഒരു പടം മുഴുവൻ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാനേഴ്സ് ഉണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അത് ത്രൂ ഔട്ട് പടത്തിൽ ഇങ്ങനെ നിലനിർത്തിയിരുന്നു. ഒരു വെള്ള പൂശുന്നൊരു പരിപാടിയല്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് കിഡിലിനായിട്ട് മൂപ്പർ പെർഫോം ചെയ്തത്. ഇപ്പോൾ ഒന്നുമില്ല ഇവർക്ക് പെർഫോം ചെയ്യുന്ന അധികം സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പടത്തിൽ ടിമോത്തി ഷാലമെ വാസ് വെൽ ഡിസർവിങ്. ഈ പറഞ്ഞ പോലെ തന്നെ ഡിക്കാപ്രിയോയും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇപ്പോൾ മറ്റേ വിസിലടിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, മറ്റേ പമ്പിൽ പോയിട്ട്. ദെൻ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് എമി മാഡിഗനാണ്, വെപ്പൺസ് എന്ന് പറഞ്ഞ പടം. നമ്മുടെ ആ വെപ്പൺസിൽ പിള്ളേർ ഫുൾ ഓടിക്കില്ലേ, മൂമ. ദെൻ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് സീൻ പിന്നാണ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഞാൻ പറഞ്ഞില്ല, കിട്ടിലും വില്ലൻ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഒരു ഹൈവേ കൂടെ അവർ നടന്നു വരുന്ന ഐക്കോണിക് സീൻ ഉണ്ടല്ലോ, പൊളിയാണ്. ദെൻ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് പോൾ തോമസ് ആൻഡേഴ്സന്, നമ്മുടെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ പടം. ഓൾറെഡി ബെസ്റ്റ് പിക്ചറും കിട്ടിയതിന്. ദെൻ ഈ ലിസ്റ്റിൽ തന്നെ റയാൻ കോഗ്ലർ ഉണ്ടായിരുന്നു, സിന്നേഴ്സ് എന്ന് പറഞ്ഞ പടത്തിന്. ദെൻ ജോസി സാഫ്ഡി, മാർട്ടി സുപ്രീം. ദെൻ സെൻറ്റിമെൻ്റൽ വാല്യൂവിൻ്റെ ഡയറക്ടർ. ദെൻ ഈ പറഞ്ഞ പോലെ ക്ലോയി സോഴി, ഹാംനെറ്റ് എന്ന് പറഞ്ഞ പടം. ആൻഡ് ഈ ലിസ്റ്റിൽ ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള ലിസ്റ്റിൽ പോൾ തോമസ് ആൻഡേഴ്സൺ ഫസ്റ്റ് ബെസ്റ്റ്. ഹി വാസ് വെൽ ഡിസർവിങ്. ആൻഡ് ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്നുള്ള അവാർഡ് കിട്ടിയത് K-pop Demon Hunter ആണ്. ഞാൻ ഒട്ടുമിക്ക എല്ലാ ഓസ്കാർ അവാർഡ്സിലും ഞാൻ കുറേ ശ്രദ്ധ ചെലുത്താറുള്ളത് ബെസ്റ്റ് പിക്ചറിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ്. കാരണം എല്ലാ കൊല്ലം കുറേ നല്ല കിഡിൽ ഇതുപോലെ ആനിമേറ്റഡ് പടങ്ങൾ ഇറങ്ങും. നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു കാറ്റഗറി തന്നെ കുറേ പേർക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ആനിമേറ്റഡ് ഫിലിം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. പക്ഷേ അതിലും കുറേ പടങ്ങൾ ഇറങ്ങാറുണ്ട്. ഈ K-pop Demon Hunters എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ ഒരു മ്യൂസിക്കൽ മൂവി പോലെയാണ്. ഈ കുറേ പാട്ട് പാടുന്ന ഒരു പോപ്പ് സിംഗേഴ്സ് ആയിട്ടുള്ള ഒരു 3 പെൺപിള്ളേർ ഡീമോൺ ഹണ്ടേഴ്സായിട്ട് പോകും. അത് അവർക്ക് നടക്കുന്ന കഥയാണ് ഇതിൽ കാണിച്ചു തരാം. ആൻഡ് അത് കാണാൻ നല്ല രസമുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഐ തിങ്ക് ഡയറക്ടർ റിലീസായ പടമാണ്. കുറേ നല്ല പാട്ടുകളുണ്ട് ഈ പടത്തിന്. സോ K-pop Demon Hunter ഓക്കെ. പക്ഷേ ഈ ലിസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ആർക്കോ, ദെൻ എലിയോ, നമ്മുടെ ഐ തിങ്ക് ഡിസ്നിയുടെ പടം,
ദെൻ സൂട്ടോപ്പിയ നമ്മുടെ പിക്സാറിൻ്റെ പടം, ദെൻ ലിറ്റിൽ അമേലി ഓർ ദി ക്യാരക്ടർ ഓഫ് ദി റെയിൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ബാക്കിയുള്ള പടങ്ങളുണ്ട്. ദെൻ എനിക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത 2 പടങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് കൂടുതലും പറയാനുള്ളത്. ഒന്ന് നൂജ 2, നമ്മുടെ നൂജ എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൻ്റെ സെക്കൻഡ് പടം, നമ്മുടെ ചൈനീസ് പടം. ആ പടത്തിന് എന്താണെന്ന് പറഞ്ഞാൽ ആ പടം നോമിനേഷൻ ലിസ്റ്റിലേ ഇല്ല. സംഭവം എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടേ ഇല്ല അത്രേ. കിടിലും പടരേ, അത് വേറെ ലെവൽ സാധനമായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് അമ്മ കോരി തെറിച്ചു പോയി. അമ്മ ആര് കിടിലൻ. ഐ തിങ്ക് വേൾഡിലെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ആനിമേറ്റഡ് പടമാണ്. ഇപ്പോൾ മറ്റുള്ള നോൺ ആനിമേറ്റഡ് മൂവി വെച്ചിട്ട് പോലും ഈ സിനിമ ലിസ്റ്റിൽ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. അത്രയൊക്കെ അടക്കം എത്രയോ ബില്യൺ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലിസ്റ്റിലേ ഇല്ല ആ ഒരു പടം. മെയിൻ കാരണം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വേറൊന്ന് നമ്മുടെ ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് ഉണ്ടല്ലോ, അതുമില്ല ഇത് ലിസ്റ്റിൽ. അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് പിന്നെയും ഓക്കെ, അതെന്താ കാര്യം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഓസ്കാർ അവാർഡ്സിനൊന്നും സീരിയലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഡീമൺ ഹണ്ടർ അല്ലെ മറ്റേ ഡീമൺ സ്ലെയർ ഇതിൽ ഓൾറെഡി അതിൻ്റെ മുമ്പ് തുടങ്ങിയിട്ടുള്ള ആനിമി കാണണം. അതിൽ ആ ഒരു 2-3 സീസൺ കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണെന്ന് അറിയുള്ളൂ. സോ അങ്ങനെ ഒരു ഇടയിലുള്ളൊരു സാധനം സിനിമ ആക്കിയത് കൊണ്ടാണ് ഈ ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്താത്തത്. പക്ഷേ അങ്ങനെ ഒരു കാറ്റഗറി, ഒരു ആൾട്ടർനേഷൻസും ഒരു ചെറിയ ഭേദഗതിയൊക്കെ വരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതും നല്ലൊരു സ്ട്രോങ് കോമ്പറ്റീറ്റർ ആയിട്ടുണ്ടാവും. ആൻഡ് ഈ ലിസ്റ്റിൽ എനിക്ക് പേഴ്സണലി കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ വെച്ച് നൂജ 2-നാണ്. നൂജ 2 അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. ഞാൻ നെച്ചാന്നും പറയാറുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് പടത്തിൽ നൂജ എന്ന് അങ്ങനെ എന്തോ ആണ്, ശരിയാണ്. സോ ആ പടം നൂജ 2, ആ ഒരു ചൈനീസ് പടം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകും. ഐ തിങ്ക് ഇപ്പോൾ ഇത് ഹോട്ട്സ്റ്റാറിലുണ്ട്, നമ്മുടെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലുണ്ട്. പറ്റുമെങ്കിൽ മറ്റേ 4K ഒക്കെ എടുത്തിട്ട് ടി വിയിലിട്ട് വലിയ സ്ക്രീനിട്ട് കണ്ടു നോക്കാം. ചെറിയ കുട്ടികൾക്ക് കണ്ട പടം നല്ല, ചെറിയ കുട്ടികൾക്കും ഇഷ്ടമാവും. പക്ഷേ ഒരു വിഷ്വലി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്നുള്ള കാറ്റഗറി അതാണ്. ദെൻ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞ പടത്തിലാണ് കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ആ പടം കണ്ടിട്ടില്ല. ദെൻ ഈ ലിസ്റ്റിൽ തന്നെ വേറെ കുറേ നോമിനേഷൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്, ദെൻ സിറാറ്റ്, സീക്രട്ട് ഏജൻറ്റ്, ദെൻ വോയിസ് ഓഫ് ഹിന്ദ് റജീവ്. ഈ വോയിസ് ഓഫ് ഹിന്ദ് റജീവ് എന്നുള്ളത് കുറേ നല്ല കേട്ടിട്ടുണ്ട്, കുറേ അഭിപ്രായം കണ്ടു നോക്കണം. ദെൻ ഇത് ഞാൻ കണ്ടിട്ടുള്ള പടങ്ങൾ ഈ പറഞ്ഞ പോലെ സീക്രട്ട് ഏജൻറ്റും ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻ്റ് ആണ്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ലേ എന്ന് എനിക്ക് ഡൗട്ട്, എനിക്ക് ഓർമ്മയില്ല. ഇത് നല്ലൊരു പടമാണ്. ഇത് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു ഹൈവേ കൂടെ വരുമ്പോൾ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് ഒരു പട്ടീനെ ഇടിക്കും. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്, ജസ്റ്റ് ഒരു പട്ടീനെ ഇടിക്കും. ഈ പട്ടീനെ ഇടിച്ചിട്ട് അത് വണ്ടിയിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ പോകും. ഈ വർക്ക്ഷോപ്പിലെ ഇയാളുമായിട്ട് എന്തോ ഒരു പരിചയമുണ്ട്. അത് മൂപ്പര് എവിടെ നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്ത് നടക്കണം, ആ പിറ്റേ ദിവസം എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക്ഷോപ്പിലെ ഇപ്പോൾ ഈ പട്ടി ഇടിച്ചു എന്ന് പറഞ്ഞില്ല ഒരു കാറുകാരൻ, ആളെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ എന്ത് നടക്കും എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ മെയിൻ കഥ. എന്തിനാണ് ഇയാൾ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്, പിന്നെ എന്താണ് സംഭവിക്കുക, ആരാണ് ഇയാൾ എന്നതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴായിരിക്കും റിവീൽ ചെയ്ത് വരിക. ആൻഡ് പറയുന്ന കാര്യം ഇറ്റ്സ് ട്രൂലി ഹോണ്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ ഇൻസിഡൻസും അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കുറേ ട്രൂ ഇവൻസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. സോ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും കുറേ അധികം പ്രാധാന്യമുള്ളൊരു പടമാണ്. ആൻഡ് ഇറ്റ്സ് ട്രൂലി മൂവിങ്, ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറേ സാധനങ്ങളുണ്ട്. ദെൻ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ സിന്നേഴ്സ് എന്ന പടം നമ്മുടെ റയാൻ കുഗ്ലറിനാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ബെസ്റ്റ് അഡാപ്റ്റർ സ്ക്രീൻ പ്ലേ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, പോൾ തോമസ് ആൻഡേഴ്സൺ. ദെൻ ബെസ്റ്റ് ഒറിജിനൽ സോങ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗോൾഡൻ എന്ന് പറഞ്ഞ സോങ്ങിനാണ് നമ്മുടെ K-pop ഡീമൺ ഹണ്ടറിലെ. ഞാൻ പറഞ്ഞാൽ അതിൽ കുറേ നല്ല പാട്ടുകളുണ്ട് ആ പടത്തിൽ. ദെൻ ബെസ്റ്റ് ഒറിജിനൽ സ്കോർ കിട്ടിയിട്ടുള്ളത് സിന്നേഴ്സ് എന്ന പടത്തിന് വേണ്ടി ലുഡ്വിഗ് ഗൊറാഡ്സൺ. ഈ 2026 ലിസ്റ്റിൽ നമ്മുടെ ചങ്ങായില്ല, ഹാൻസമർ ഇല്ല. സംബന്ധം എന്ന് വെച്ചാൽ മൂപ്പരിപ്പോൾ ഡ്യൂണിൽ ചെയ്തതും ദെൻ F1 ചെയ്തതൊക്കെ എന്തോ റീവർബാണെന്നോ വേറെന്തോ സാധനമാണെന്നോ ഒറിജിനൽ സ്കോർ അല്ലാന്നോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ കാര്യം എന്താണെന്ന്, എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്താ സംഭവം എന്ന് അറിയില്ല. ഡ്യൂൺ 2 ഇവർ പറയുന്നത് 1 യൂസ് ചെയ്ത സ്കോറാണ് അത്രേ. ദെൻ F1 വേറെ എന്തൊക്കെയോ എടുത്ത് റീവർബ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെന്നും പറയുന്നുണ്ട്. എനിക്കറിയില്ല അതിനെപ്പറ്റി. സോ അതുകൊണ്ടാണ് മൂപ്പര് ഈ ലിസ്റ്റിലേ ഇല്ലാത്തത്. ദെൻ കിട്ടിയിട്ടുള്ളത് ലുഡ്വിഗ് ഗൊറാഡ്സൺ. സിന്നേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ട്രൂലി ഡിസർവിങ്. ലുഡ്വിഗ് ഗൊറാഡ്സൺ ഐ തിങ്ക് 3ാമത്തെ ഓസ്കാർ എന്തുമാണ്. നല്ല കിടിലൻ കമ്പോസറാണ്. കുറേ നല്ല ഇപ്പോൾ ഈവൺ ടെനറ്റിനും മറ്റേ നോളൻ്റെ എല്ലാ പടങ്ങളും ഇപ്പോൾ മൂപ്പരാണ്. ഇപ്പോൾ ഈ വരായിരിക്കും നമ്മുടെ ഒഡീസി അടക്കം. ദെൻ നമ്മുടെ മാൻഡലോറിയൻ ഗ്രോവ് വരുന്നുണ്ട്, അതിൽ മൂപ്പരാണ്. ദെൻ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി നമ്മുടെ സിന്നേഴ്സ് എന്ന പടത്തിന്. ദെൻ ഇതിൽ തന്നെ ഫ്രാങ്കൻസ്റ്റനും മാർട്ടി സുപ്രീമും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും ട്രെയിൻ ഡ്രീംസും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ ഡ്രീംസും ഒക്കെ കാണാൻ നല്ല രസമാണ്. ദെൻ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും എല്ലാ പടത്തിൻ്റെയും സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഫ്രാങ്കൻസ്റ്റനൊക്കെ ടോപ്പ് നോച്ച് സാധനമായിരുന്നു. ദെൻ ഫിലിം എഡിറ്റിംഗ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ദെൻ ബെസ്റ്റ് വിഷ്വൽ ഇഫക്ട്സ്
ഇറ്റ്സ് നൺ അതർ ദാൻ അവതാർ ഫയർ ആൻഡ് ഡാഷ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. F1 ഉണ്ട്, ജുറാസിക് വേൾഡ് റീബർത്തോ. ഏ ആരാ ആ പടക്ക് പാട്ടാം. സിന്നേഴ്സ്, പിന്നെ ലോസ്റ്റ് ബസ് നല്ല പടമാണ്. നമ്മുടെ മാത്യു മക്കനഹയുടെ കിടിലൻ പടമായിരുന്നു. ഒരു 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 കാട്ടുതീക്കകത്താക്കപ്പെട്ട ഒരു ബസ്, ഒരു സ്കൂൾ ബസ്, അതിൽ നിന്ന് എങ്ങനെ ഈ പിള്ളേരെ രക്ഷിപ്പിക്കും എന്നുള്ളതാണ്. ഒരു ഐ തിങ്ക് റിയലായിട്ട് നടന്നൊരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുണ്ട് ഒരു പടം. ജുറാസിക് വേൾഡിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, ഓർക്കാൻ പോലും വയ്യ. ദെൻ അവതാർ ഫയർ ആൻഡ് ആഷനാണ് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് കിട്ടിയിട്ടുള്ളത്. ദെൻ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ ഫ്രാങ്കൻസ്റ്റൈൻ, അതിൽ തന്നെ ഹാംനെറ്റും മാർട്ടി സുപ്രീമും, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും, സിന്നേഴ്സ്. ഈ പടങ്ങളാണ് കൂടുതലും എല്ലാ കാറ്റഗറിയിലും വന്നിട്ടുള്ളത്. ദെൻ ബെസ്റ്റ് കാസ്റ്റിംഗ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഐ തിങ്ക് ബെസ്റ്റ് കാസ്റ്റിംഗ് എന്നുള്ളത് പുതിയതായിട്ട് ഒരു ഇൻക്ലൂഡ് ചെയ്ത, ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഇൻക്ലൂഡ് ചെയ്യുന്ന അവാർഡാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, കൊല്ലരുത്. ആൻഡ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിനാണ് ഈ ഒരു ബെസ്റ്റ് കാസ്റ്റിങ്ങിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ദെൻ ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ, ഫ്രാങ്കൻസ്റ്റൈൻ വേറെ പറയാനില്ലല്ലോ. ആ ഒരു ക്രീച്ചറിന് തന്നെ മേക്കപ്പ് പൊളിയായിരുന്നു. അതിൽ തന്നെ പല സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്, അത് ഇനീഷ്യലി ആ ഒരു പെയിൽ സാധനം, ദെൻ അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഡെവലപ്പായിട്ട് മറ്റേ മുടിയൊക്കെ വന്ന് ആ ഒരു സെറ്റപ്പ്. ദെൻ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനും ഫ്രാങ്കൻസ്റ്റൈൻ തന്നെ. പിന്നെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ, നമ്മൾ ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി എന്നൊക്കെ പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ്. പക്ഷേ സിനിമകളിൽ തന്നെ ബെസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ തന്നെ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിൻ്റെ കാര്യത്തിലും ബെസ്റ്റ് ആക്ടറിൻ്റെ കാര്യത്തിലൊക്കെയാണ് കൂടുതലായിട്ട് എനിക്കൊരു വേർതിരിവുള്ളത്. സോ ഈ 2026 ഓസ്കാർ അവാർഡ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഏതിനായിരുന്നു ഡിസർവിങ് ആയിരുന്നു? then ഈ കിട്ടിയ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. ഈ പറഞ്ഞ പോലെ അവാർഡ് കിട്ടിയ പടങ്ങൾ മാത്രമല്ല, നോമിനേഷനിലുള്ള ഒട്ടുമിക്ക എല്ലാ നല്ല പടങ്ങളാണ്. എനിക്ക് ഈ ഹാംനെറ്റും ഇതും മാത്രമാണ്, എനിക്ക് ഈ സീക്രട്ട് ഏജൻറ്റ് മാത്രമാണ് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നാത്തൊരു പടം. ബാക്കിയൊക്കെ നല്ല ഡിസർവിങ് ആയിട്ടുള്ള പടങ്ങൾ തന്നെയായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഓസ്കാർസിനെ പറ്റിയുള്ളത്? കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.